അതൊരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ മെന്റലി പ്രിപ്പറേഷൻ ഞാൻ ഓൾറെഡി മെന്റലി പ്രിപ്പയർഡ് ആണ്. നമ്മൾ വൺസ് ഒരു യാത്രക്ക് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നമ്മൾ മെന്റലി പ്രിപ്പയർഡ് ആണെന്ന് അർത്ഥം. കാരണം നമുക്ക് പറ്റും എന്നുള്ളൊരു തോന്നലുകൊണ്ടാണല്ലോ നമ്മൾ ആ യാത്ര ആഗ്രഹിക്കുന്നത്. അപ്പൊ മെന്റലി പ്രിപ്പയർഡ് ആയി നമ്മള്. പിന്നെ അത് ഫേസ് ചെയ്യുന്ന ആ സമയത്ത് ഉണ്ടാവുന്ന അത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്താണോ യാത്രയിൽ നമ്മൾ വരുന്നത് അതിന് നമ്മൾ ഫേസ് ചെയ്യാന്നുള്ളത് മനസ്സിൽ നമ്മൾ ഉറച്ചു കഴിഞ്ഞാൽ അത് മെന്റൽ പ്രിപ്പറേഷൻ ആയി. പക്ഷെ ഫിസിക്കലി അങ്ങനെയല്ല, നമ്മൾ നന്നായി പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ഞാന് വീക്ക്ലി ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം കളിക്കാൻ പോകും ബാഡ്മിന്റൺ. അത് തന്നെ എന്റെ ഏറ്റവും വലിയ ഫിസിക്കൽ ട്രെയിനിങ് ആണ് അത്. പിന്നെ ഓടാൻ പോകാറുണ്ട് ഇതിന് വേണ്ടിയിട്ട്. വെയിറ്റ് നമ്മൾ എന്താ പറയാ ജിമ്മിൽ വെയിറ്റ് പ്രാക്ടീസ് ചെയ്യാനുണ്ട്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പക്ഷെ ഞാൻ ആദ്യത്തെ ഞാൻ എന്റെ വെയിറ്റ് ഒന്ന് ഞാൻ റെഡ്യൂസ് ചെയ്തു. ഞാനൊരു 84 കിലോ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാനൊരു 76 ഞാൻ കുറച്ചു കൊണ്ടുവന്ന യാത്രയോട് കൂടിയിട്ട്. അത് ഞാൻ ഓടാൻ പോവാറുണ്ട്, പിന്നെ സൈക്ലിംഗ് ഉണ്ട്, പിന്നെ ബാഡ്മിന്റൺ ഉണ്ട്. പിന്നെ അങ്ങനത്തെ പറയാ അങ്ങനെ ഒരു പ്രോപ്പർ റുട്ടീൻ അല്ലാന്നുണ്ടെങ്കിലും ഞാൻ ഇതൊക്കെ മിക്സഡ് ആയിട്ട് ഓരോ ദിവസങ്ങളിൽ മാറി മാറി ചെയ്തിരുന്നു. സ്പെഷ്യലായിട്ട് ഒരു ട്രെയിനിങ് ഇല്ല, ശരിക്കും പറയുകയാണെങ്കിൽ അങ്ങനെ സ്പെഷ്യൽ ട്രെയിനിങ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയാ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് ഓൾറെഡി നമ്മളെ പിന്നെ സ്ട്രെച്ച് ചെയ്യണം നന്നായിട്ട്. കാരണം വെച്ചാൽ കാലിന് നല്ല സ്ട്രെച്ചിങ് ആവശ്യമുണ്ട്. അപ്പൊ അത് ഡെയിലി മുടങ്ങാണ്ട് ചെയ്യണം. അതാണ് ഓടുക എന്ന് പറയുന്നത്. പിന്നെ സ്ക്വാട്ട് ചെയ്യുക, പിന്നെ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ വെയിറ്റ് ഭയങ്കര ഓവർ വെയിറ്റ് എടുക്കരുത്, കാരണം വെച്ചാൽ മസിൽ ടൈറ്റ് ആവും നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഈ എന്താ പറയാ ക്രോസ് ഫിറ്റ് ഔട്ട് ആണ് ഏറ്റവും നന്നായിട്ട് തോന്നുന്നത്. നമുക്ക് എല്ലാം മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഹൈക്കിംഗ് ആണ്. എങ്ങനെ ബോഡി ഏത് രീതിയിൽ, അല്ലാതെ നമ്മളൊരു റിജിഡ് ആയിട്ടല്ലേ നമ്മൾ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഭയങ്കര വെയിറ്റ് ട്രെയിനിങ് ചെയ്യരുത്. ചെറിയ വെയിറ്റിംഗ് മസിലൊന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ക്രോസ് ഫിറ്റ്നസ് ആണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഒരു ഗെയിം ഏതെങ്കിലും സ്ഥിരമായിട്ട് കളിക്കുക, കാരണം വെച്ചാൽ നമ്മുടെ ബോഡി മൂവ്മെന്റ് ഒക്കെ അത് നന്നായി നല്ല ഹെൽപ്പ് ചെയ്യും നമുക്ക്. അതാണ് ഞാൻ മെയിൻ ആയിട്ട് ചെയ്തിരുന്നത്. പിന്നെ ഫുഡ് ചെറിയൊരു ഡയറ്റ്, കാരണം വെച്ചാൽ ഓവറായിട്ട് നമ്മൾ ഈ കാർബ്സ് ഒന്നും അങ്ങനെ കഴിച്ചിരുന്നില്ല. അത് വെച്ചാൽ വെയിറ്റ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഞാൻ നല്ല ഒരു വെയിറ്റ് കുറഞ്ഞു, 76 കിലോ ആണ്. പക്ഷെ ഞാൻ കഴിഞ്ഞു വരുമ്പോൾ 74-72 കിലോയ്ക്കൊക്കെ ഞാൻ കുറഞ്ഞു. പക്ഷെ അത് എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമായിരുന്നു, കാരണം ചെറിയ കുറച്ച് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു.